നമസ്കാരം. ഞാൻ ഫിറോസ് പി തൈപ്പറമ്പിലാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. പ്രവാസം അതൊരു വലിയ എന്താ പറയുക, മനസ്സിനകത്തെ നെരിപ്പോടുകളൊക്കെ ഉള്ളിലൊതുക്കി മനസ്സിലകത്ത് തീ എരിയുമ്പോഴും വീടിനകത്തെ തീ കത്തുന്നതിന് വേണ്ടി, വീട്ടിൽ അടുപ്പെരിയുന്നതിന് വേണ്ടി നാടും വീടും നാട്ടിലെ പച്ചപ്പൊക്കെ വിട്ട് വിദേശത്ത് പോകുന്നവർ, ഉണക്കറൊട്ടി, അതിന് കുബൂസ് എന്ന് വേണമെങ്കിൽ പേര് പറയാം, അവിടെ ഭക്ഷണം കഴിക്കുന്ന പലരും ആ കുബൂസും ദാലും നമ്മളുടെ പരിപ്പ് കറി, ആ ഉണക്കറൊട്ടിയും ദാലും ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ വീട്ടുകാർക്ക് വിളിച്ച് വർത്താനം പറയുമ്പോൾ ഇന്ന് എന്താ കഴിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയും ഇന്ന് ബിരിയാണിയാണ് കഴിച്ചതെന്ന് പറയും. അങ്ങനെ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ. നിടോപാലിൽ ചേർത്ത ചായ ഒന്ന് കുടിക്കാൻ ഞാൻ കൊതിച്ചു, ഞാൻ ആഗ്രഹം തീർത്തത് നാട്ടിൽ ലീവിന് വന്നപ്പോഴാണെന്ന് പറഞ്ഞ പ്രവാസിയുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരു ത്യാഗം തന്നെയാണ് സത്യത്തിൽ ഈ പ്രവാസം എന്ന് പറയുന്നത്. പക്ഷേ അവരോട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില നീതികേടുകളുണ്ട്, മര്യാദകേടുകളുണ്ട്. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗൾഫിൽ നിന്ന് വിളിച്ച് ഞാനുമായി സംസാരിച്ചു. ആ സുഹൃത്ത് എന്നോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലടക്കം എല്ലാവരും ഭീതിയിലായിരുന്നു, നമ്മളൊക്കെ ഭീതിയിലായിരുന്നു. കാരണം ഒരു യുദ്ധം സാഹചര്യം അങ്ങനെ വളരെ രൂക്ഷമായ രീതിയിൽ നിലനിൽക്കുകയായിരുന്നു. അമേരിക്കയും അങ്ങനെയൊക്കെ എല്ലാമായിട്ട് എല്ലാ പ്രവാസികളും അവരുടെ ബന്ധുക്കളൊക്കെ വളരെ വിഷമത്തിലുള്ളൊരു സമയമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ അതിൽ ചിലരെങ്കിലും നമ്മളൊന്ന് സ്വയവിമർശന ബുദ്ധിയോടുകൂടെ നമ്മൾ ചോദിക്കണം, നമ്മളിൽ ആരെങ്കിലും ഇവരെ ഒന്ന് വിളിച്ച് എന്താണ് അവിടുത്തെ അവസ്ഥ, നീ സുരക്ഷിതനാണോ എന്ന് മക്കളോട് വിളിച്ചു ചോദിക്കാത്ത മാതാപിതാക്കളുണ്ടോ? അതല്ലെങ്കിൽ ബാപ്പയോട് ചോദിക്കാത്ത മകനുണ്ടോ? സഹോദരനോട് ചോദിക്കാത്ത ജ്യേഷ്ഠനോ അനുജനോ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ, സുഹൃത്തുക്കളുണ്ടോ? ഞാനത് പറയാൻ കാരണം, എൻ്റെ ആ സുഹൃത്ത് വന്നിട്ട് എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് പുള്ളിയുടെ ഭാര്യ പോലും ഒന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ്. വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഭാര്യയായിട്ടോ കുടുംബത്തിലൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് പോലും എന്താണ് നിങ്ങളുടെ അവിടുത്തെ അവസ്ഥ എന്നൊന്ന് വീട്ടിലെ ഭാര്യ പോലും, മക്കൾ പോട്ടെ, ഭാര്യ പോലും ഒന്ന് ചോദിച്ചില്ല എന്നുള്ളത്. നമ്മളൊന്നും അത്തരക്കാരിൽ പെട്ടു പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തണം. കാരണം ഇപ്പോഴും പെരുന്നാളും ഓണവും വിഷുവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വിളിച്ച് ആശംസ പറയേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഇതുപോലെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ നമ്മളെ കയ്യിലിരിക്കുമ്പോഴും ഒന്ന് അവർക്ക് വിളിച്ചിട്ട് എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ മടിക്കുന്ന പലരുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു, എൻ്റെ ആ സുഹൃത്തിൻ്റെ ആ സംസാരം. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന സമയത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ, അതറിയാതെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയത്തിൻ്റെ അങ്ങനെ ഞാൻ കിടന്ന് ഉരുണ്ട് കളിച്ചു അത്. പക്ഷെ ആ ചെയ്ത് തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കരുത് അവരെ, വിട്ട് കളയരുത് അവരെ, ചേർത്ത് പിടിക്കണം. കാരണം അങ്ങ് ദൂരെ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അവർ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ വീട്ടിലെ അടുപ്പ് പോകുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ്. അവരെ ചേർത്ത് പിടിക്കുക. പ്രവാസം അതൊരു പ്രയാസം തന്നെയാണ്.